എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഫൈനലി സാറ്റർഡേ ആയല്ലേ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൽഫബറ്റ് റീഡിങ്ങിൽ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഒന്ന് നോക്കി തരാമോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. രാശികളും ഓർമ്മയുള്ളിടത്തോളം പറയാം കേട്ടോ, ചിലപ്പോൾ വിട്ടുപോകുന്നു, അതാണ്. അപ്പോൾ ആൽഫബറ്റ് റീഡിങ്, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഇത് ഓരോ കാർഡ്സ് ചിലപ്പോൾ ഓരോരുത്തരുടെ എനർജി ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാർഡ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവും, ചിലർക്ക് ഒന്നും തന്നെ റെസനേറ്റ് ആവില്ല. അങ്ങനെയുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കുക, നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങിയാലോ നമുക്ക്. സാധാരണ നമ്മുടെ തോട്ട്സും ഫീലിങ്സും ഒക്കെ തന്നെ വളരെ നല്ലതായിട്ട് തന്നെയാണ് വരാറ്. അല്ലെങ്കിലും എല്ലാ റീഡിങ്ങും നല്ലതായി തന്നെ വരണമെന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എന്നും കാർഡ്സ് കയ്യിലെടുക്കുക. ഓക്കെ, തുടങ്ങാം നമുക്ക്. അപ്പോൾ തുടങ്ങാം. ഞാൻ എൻ്റെ യൂഷ്വലി ഉപയോഗിക്കുന്ന റോസ് കോട്ട്സും പൈറൈറ്റും ഒന്ന് ചാർജിൽ വെച്ചു. നിങ്ങൾ വിചാരിക്കേണ്ടാവുന്നത് ഇപ്പം ന്യൂ മൂണും അല്ല ഫുൾ മൂണും അല്ല, എന്താ ചാർജിൽ വെച്ചാന്നല്ല, ഒരു ക്ലൻസിങ്ങിൻ്റെ ആവശ്യമുള്ളതുപോലെ തോന്നി. ഒരു എനർജി ഡൗൺ ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് വെച്ചതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഹീലിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, റിക്കവറായി വരുന്നതേ ഉള്ളൂ ഫുള്ളായിട്ട് ഹെൽത്ത്. അപ്പം ഞാനിന്ന് മറ്റേ ബ്രേസ്ലെറ്റ് എടുത്തിട്ടു, ടൈഗറായും ബ്ലാക്ക് ടോമിലിനും എടുത്തിട്ടു. ഹീലിങ്ങിനും നല്ലതാണത്, അതുകൊണ്ട് അതൊന്ന് ചാർജ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയും ചെയ്യുക കേട്ടോ. ഇന്ന ദിവസമേ ചെയ്യാൻ പാടുന്നൊന്നുമില്ല. വെൻ യു ഫീൽ ലൈക്ക് നിങ്ങളുടെ ക്രിസ്റ്റലിൻ്റെ എനർജി ഡൗൺ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ദിവസം നിങ്ങൾക്ക് ചാർജിൽ വെക്കാം, സത്യം. ഓക്കെ, തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഇന്നലത്തെ രാത്രിയിലത്തെ തോട്ട്സാണ് എനിക്ക് വേണ്ടത്. ഇന്നലത്തെ രാത്രിയിലത്തെ തോട്ട്സ്, മോസ്റ്റ് റീസെൻറ്റ് ആയിട്ടുള്ള തോട്ട്സാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, എടുക്കാം. 6 of Swords, ഓക്കെ, 4 of Wands, ഓക്കെ, 9 of Cups, ഗുഡ്, Hierophant, 7 of Cups, King of Cups, Ace of Wands, 2 of Cups, good, Knight of Wands. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുത്തൊരു കാർഡ് ഹാങ്ഡ് മാനും കൂടെ ഒരുമിച്ച് വന്നു കേട്ടോ. എടുത്തപ്പോഴത്തേക്ക് ഞാൻ രണ്ടും എടുക്കുകയാണ്. സ്ട്രെങ്ത്, ഹാങ്ഡ് മാൻ വരുമ്പോൾ ഓബിയസ്ലി സ്ട്രെങ്ത്തും കൂടെ വരും അവിടെ. എംപ്രസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്ന 3 of Wands. നിങ്ങളുടെ പേഴ്സൺസ് ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ 6 of Swords, ക്ലാരിഫൈ 6 of Swords, ക്ലാരിഫൈ 6 of Swords, ക്ലാരിഫൈ 6 of Swords. ടെമ്പറൻസ്, ക്ലാരിഫൈ ഹാങ്ഡ് മാൻ. എവിടെയാണ് ഹാങ്ഡ് ആയിരിക്കുന്നത് ഡിവൈൻ? ക്ലാരിഫൈ ഹാൻഡ് മാൻ. വേൾഡ്, ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണ്. ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്. ഹൈ പ്രീസ്റ്റസ്, ഹെയറോഫന്റ് ഹൈ പ്രീസ്റ്റസ് ഒരുമിച്ച്, ഈശ്വര. ക്ലാരിഫൈ 3 of Wands, ക്ലാരിഫൈ 3 of Wands, ക്ലാരിഫൈ 3 of Wands. Ace of Pentacles, ഓക്കെ. ഇവിടെ ആദ്യമേ രാശികൾ പറഞ്ഞേക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ മറന്നു പോകും, അതാണ്.
വോൺസ് ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു, പൈസിസ് മീനരാശി, ചിങ്ങരാശി ലിയോ, ടോറസ് ഇടവരാശി, സാജിറ്റേറിയസ് ധനുരാശി, ലിബ്ര ജംന അക്വേറിയസ് തുലാം മിഥുനം കുംഭം, വോൺസ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെ, ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു, ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് കർക്കിടകം വൃശ്ചികം മീനം, കനഫൻ്റെ വെച്ച് വീണ്ടും ടോറസ് ഇടവരാശി, മീനരാശി, വീണ്ടും ഇവിടെ കൂടുതലായിട്ട് പെൻഡക്കിൾസും ഉണ്ട്, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം. ഇവിടെ ഏറ്റവും കൂടുതലായിട്ടൊന്ന് വോൺസിൻ്റെയും കപ്സിൻ്റെ എനർജിയാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. വോൺസിൻ്റെ എനർജി വരുമ്പോൾ ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു, ക്യാൻസർ സ്കോർപ്പിയോ പൈസിസ് കർക്കിടകം വൃശ്ചികം മീനം. പിന്നെ അതിൽ കൂടുതൽ വന്നിരിക്കുന്നത് ടോറസ് ഇടവരാശിയും മീനരാശിയും പിന്നീട് പ്രബലമായിട്ട് വന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണ്, ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷൻ അവരെ ബോദർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ആ വരവിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാരണം ഉടനെ വന്ന് നിങ്ങളെ കാണാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടാവുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണ്, തൽക്കാലം സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു, ഇത്രയും നാൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു കേട്ടോ. പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ ഇത് എന്താ പറയുക, വേൾഡിൻ്റെ അതർ പാർട്ടിലായിരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചെറിയ ചെറിയ യാത്രയായിരിക്കാം. അവർ ആ ചെറിയ ദൂരമായാലും അത് കവർ ചെയ്ത് നിങ്ങളെ വന്ന് കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ ദൂരം തരണം ചെയ്ത് നിങ്ങളെ കാണാൻ അവർ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇത്ര നല്ല ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ്സാണ്. അതായത് അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, എനർജി മാത്രം എടുത്താൽ മതി. നിങ്ങളില്ലാത്തൊരു ലൈഫൊന്നും അവർക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളുടെ മുഖം അവർക്ക് വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നിങ്ങളെ വളരെ സ്നേഹത്തോടെയും കരുതലോടെയും പ്രൊട്ടക്റ്റീവായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് അവർ ചിന്തിച്ചിരുന്നത് കേട്ടോ. നാളെ അവർക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ അച്ഛനായിട്ട് ആ സ്ഥാനത്ത് നിങ്ങൾ മതി എന്നുള്ള രീതിയിൽ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെന്നും വേണം. കാരണം നിങ്ങൾ ഭയങ്കര ലക്കിയാണ് അവർക്ക്. ഓക്കെ, ആ ലക്ക് അവർക്ക് ജീവിതത്തിൽ എന്നും വേണം. നിങ്ങളെ പ്രതി ഒരു ഹൈലി അട്രാക്റ്റഡ് ആണ്. സ്നേഹവുമാണ്, അട്രാക്ഷനും ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണമെന്ന് തന്നെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. കൺഫ്യൂസ്ഡ് ആയിരുന്നെങ്കിൽ തടസ്സങ്ങളുണ്ട്, തടസ്സങ്ങളില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഓരോരുത്തരുടെ എനർജി വേറെ വേറെ ആയിരിക്കും അല്ലേ. ഇവിടെ പലർക്കും ചിലരുടെ ലൈഫിൽ ഒരു തടസ്സം ഉണ്ട്. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്, അല്ലെ രണ്ടുപേരും തന്നെ മാരീഡാണ്. അങ്ങനത്തേക്കുള്ള ഒരു സിറ്റുവേഷനിൽ അവർ ആ രണ്ട് സിറ്റുവേഷനും തന്നെ വളരെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കണ്ടു കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കാൻ സാധിക്കണേ, നിങ്ങളെ കണ്ട് സംസാരിച്ച കാര്യങ്ങൾ എല്ലാം എന്താ പറയുക രമ്യതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 4 ഓഫ് വോൺസ് വെച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ട് ഉള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. 2 കാർഡ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. 4 ഓഫ് വോൺസും 9 ഓഫ് കപ്സും അങ്ങനെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ്, ആഗ്രഹ സാഫല്യമാണ് അവർക്ക്. ഓക്കെ, നിങ്ങളെപ്പോലൊരു വ്യക്തി അവരുടെ ലൈഫിൽ കിട്ടിയാൽ അവർ എല്ലാം ജയിച്ച പോലെയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം അവർ തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പ്രപ്പോസൽ അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അല്ല നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഒരു അടുത്ത ഘട്ടത്തിലേക്ക്, അതായത് ഒരു വിവാഹത്തിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെ കാണുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിച്ചിരുന്നത്. അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്നൊരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 9 ഓഫ് കപ്സ് വെച്ചിട്ട് വീണ്ടും അവർ ചിന്തിക്കുകയാണ് അവരുടെ ലൈഫിൽ അവർക്ക് മറ്റെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു കുറവ് അവൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടി വന്നാൽ മാത്രമേ അവരുടെ ആ ജീവിതം
എന്താ പറയുക 100% ആവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങളെ അവർക്ക് കൂടെ വേണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി അടുത്തത്, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക. ഇനി പറയാൻ പോകുന്ന കാർഡ്സ് കേട്ടോ. ഹെയറോഫൻറ്റും ഹൈ പ്രീസ്റ്റസും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറയും, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒന്നുകിൽ ഏറ്റവും കൂടുതൽ ടാരോ കാണുന്നുണ്ട് തുടർച്ചയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ രണ്ടിൽ ഒരാൾ ഒരു റീഡിംഗ് ഒക്കെ എടുത്ത് കാണണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസോ എന്താണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തന്നെ ഒരു ടാരോ റീഡർ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒക്കൾട്ട് റിലേറ്റഡ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അതായത് ഒക്കൾട്ട് റിലേറ്റഡ് പറയുമ്പോൾ ടാരോ റീഡിങ്, ജ്യോതിഷം, ന്യൂമറോളജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഈ ഇങ്ങനെ പ്രഡിക്ഷൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രൊഫഷൻ, അതിനെയാണ് നമ്മൾ ഒക്കൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം നിങ്ങളിൽ രണ്ടിലൊരാൾ. നിങ്ങൾ ഒരു എന്താ പറയുക, ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം കേട്ടോ. ഇത് രണ്ടുപേരുടെ എനർജി വേണം. ഹെയറോഫൻറ്റും ഹൈ പ്രീസ്റ്റസും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഒരു സ്ത്രീയും പുരുഷനുമായി അവിടെ, മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ടുപേരും തന്നെ ആ ഒരു ലെവലിൽ എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്ന ലെവലിലുള്ള വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ടായിരിക്കും അഭിപ്രായം ചോദിക്കേണ്ടാവുക. ഓക്കെ, കാരണം അവർ പറഞ്ഞാൽ അത് കറക്റ്റായിരിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളെ വിശ്വസിച്ച ആൾക്കാർ അടുത്ത് വരാറുണ്ട്. നിങ്ങളൊരു ടീച്ചറായിരിക്കാം, ടാരോ റീഡർ അങ്ങനത്തെ പ്രൊഫഷനിലുള്ളവരായിരിക്കാം, പ്രീസ്റ്റായിരിക്കാം. ഓക്കെ, വേറെന്താണ്, സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം, സ്പിരിച്വൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ. അതായത് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു യോഗ, മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കാം, ഒരു സത്സംഗ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടും കാണുന്നു. ഓക്കെ, അതുമാത്രമല്ല നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, ഈവൻ സ്കിൻ കളർ ഡിഫറൻ്റ് ആയിട്ട് കാണുന്നു പലരുടെയും കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആയതാണ് എനിക്ക്. ഈവൻ അതായത് ഒരാൾ ഡാർക്കർ ടോണും മറ്റേ ആൾ ഫെയർ ടോണും, അങ്ങനെ ഒരാൾ വെളുത്തിട്ടാണ് ഒരാൾ കറുത്തിട്ടാണ്, അങ്ങനെയും കൂടി കണക്റ്റ് ആവുന്നു കേട്ടോ. അതുമാതിരി പിന്നെ ഇൻറ്റ്യൂഷൻസ് രണ്ടു പേർക്കും തന്നെ വളരെയധികം ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളെ ആൾക്കാർക്ക് ഇഷ്ടമാണ്, വിശ്വാസമാണ്. ഓക്കെ, അങ്ങനെയും കാണുന്നുണ്ട്. നിങ്ങളെ പേഴ്സണേയും ആയിരിക്കാം. ഓക്കെ, അതായത് ഇവർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അങ്ങനെ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തേക്കും നിങ്ങളുടെ അടുത്തേക്കും ആൾക്കാർ ഹെൽപ്പ് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപദേശിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്, അങ്ങനെ എന്തൊക്കെയോ. ഓക്കെ, അങ്ങനെ റിലേഷൻ കാണുന്നു. അവിടെ അവരിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആണ്. ഞാനിത് ആ കാർഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാർഡ് റെസനേറ്റ് ആവുള്ളൂ കേട്ടോ. അതായത് നിങ്ങളുടെ പേഴ്സൺ ഈ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങൾ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പ്രതി അവർക്ക് റെസ്പെക്റ്റും ഉണ്ട് കേട്ടോ. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അവരുടെ ഫീലിങ്സ് ഒന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിലും, മനസ്സിലുള്ളതൊന്നും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കൊണ്ട് അത് മനസ്സിലാകുമെന്ന് അവർ വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സ്, എൻ്റെ പേഴ്സണ് ഞാനിവിടെ ഇരുന്ന് ചിന്തിക്കുന്നത് അവർക്ക് അവിടെ അറിയാം എന്ന്, അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സ്നേഹമാണ്, റെസ്പെക്റ്റാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത്. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സിൻ്റെ എനർജി വെച്ചിട്ട് കണ്ണ് തുറന്നിരുന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരേ സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇഷ്യൂസ് മാത്രമല്ല, വേറെ പല കാര്യങ്ങൾ ഉണ്ട് അവർക്ക് സ്ട്രെസ്സ് കൊടുക്കുന്നതായിട്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്തിച്ച് ഇരിക്കുന്ന, കൺഫ്യൂസ്ഡ് ആയിട്ട് ഒക്കെ ഇരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ചിന്തകളിൽ ഒരു കൺട്രോൾ ഇല്ലാത്ത ലെവലിൽ ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത്. ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായി ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെക്കുറിച്ച് ആലോചിക്കും തോറും അവർക്കിങ്ങനെ എന്താ പറയുക, ഒരു വയറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ബട്ടർഫ്ലൈ പോകുന്നൊരു ഫീലിംഗ് കിട്ടില്ലേ, അങ്ങനെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ചിട്ട് അടുത്ത ഒരു 2 ദിവസത്തിനകം നിങ്ങൾ രണ്ടുപേരും
തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ സ്നേഹമായിട്ട് നിങ്ങളെന്ന് കാണണം, സംസാരിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, മെയിനായിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് നേരം ഒന്നിരുന്ന് സംസാരിക്കുക എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ കടൽ, കായൽ, അതായത് ജലം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് അങ്ങനെ വെള്ളം കൂടുതലായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം കേട്ടോ. വാട്ടറുമായിട്ട് നിങ്ങളുടെ റിലേഷനും ബന്ധമുണ്ട് എന്ന് കാണുന്നുണ്ട്. ഓക്കെ, മഴ, കടൽ, കായൽ, പുഴ, അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ അവിടെ വരുന്നു. ഓക്കെ, അതേപോലെ 3 ഓഫ് വൺസ്, വീണ്ടും ആ കടൽ, കായൽ, ആ വെള്ളത്തിൻ്റെ പ്രസൻസ് അവിടെ വീണ്ടും കാണുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 3 ഓഫ് വൺസ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് തീർച്ചയായിട്ടും. അവിടെ നിന്ന് ഞാൻ പറഞ്ഞതുപോലെ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങളെ കാണാനുള്ള എല്ലാ സാഹചര്യവും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഹെയർ ഓഫ് ആൻഡും 3 ഓഫ് വോൺസും വെച്ചിട്ട് ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എന്തൊക്കെ തന്നെ ആയാലും അവിടെ തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടി, എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിൻ്റെ റിസ്ക് എല്ലാം അവർക്കറിയാം. അതെല്ലാം തരണം ചെയ്ത ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണമെന്ന് തന്നെയായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടെ എടുക്കാമോ? ഗിവ് മീ സം മോർ കാർഡ്സ് ടു സോറി പ്ലീസ് ഗിവ് മീ സം മോർ. അധികം എടുക്കുന്നില്ല, ഓൾറെഡി കുറേ എടുത്തിരുന്നു. കാരണം ഇനി നമുക്ക് 3 ഗ്രൂപ്പ് കൂടെ നോക്കാനുണ്ട്. സം മോർ കാർഡ്സ്, 3-4 കാർഡ്സ് കൂടെ എടുക്കാം കേട്ടോ. പേജ് ഓഫ് കപ്സ്, അവരുടെ മനസ്സിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ തന്നെയാണ്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് അവർ വളരെ പ്രബലമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പിക്ചേഴ്സ്, പഴയ മെസ്സേജസ്, അല്ലെങ്കിൽ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കുകയാണ്. അങ്ങനെ, അതായത് വരുന്ന കാര്യം നിങ്ങളെ അറിയിക്കണമല്ലോ, അത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കാണാൻ വരുന്നു എന്നുള്ള അടുത്തൊരു 2 ദിവസത്തിനകം തന്നെ എവിടെ വെച്ച് നിങ്ങൾ കാണാനുള്ള ഒരു സാഹചര്യം, മേ ബി ഒരു പബ്ലിക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ 4 പേര് ഉള്ള ഒരു സ്ഥലത്തായിരിക്കാം. എന്ത് തന്നെ ആയാലും തമ്മിൽ കാണാനുള്ള ഒരു സാഹചര്യം വരുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. 4 ഓഫ് കപ്സ്, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാണാൻ വരണമെന്നവർക്ക് വളരെ തീവ്രമായിട്ട് ആഗ്രഹം തോന്നുന്നതെന്നും കാണുന്നുണ്ട് കേട്ടോ. മിസ്സിങ്ങിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് കപ്സ്, ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർത്തിരുന്നത്. ഓക്കെ, അതായത് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സ്നേഹമാണ് അവർക്ക് മനസ്സിൽ. കാരണം അവർക്ക് തന്നെ അത് സ്നേഹം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിൽ എന്താ പറയുക, അവർക്ക് ആ വല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഓക്കെ, പക്ഷെ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം ചിലർക്കെങ്കിലും അവിടെ എന്തുണ്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ. മതിയോ? ഒരു 2 കാർഡ് കൂടെ എടുക്കാം. 2 more cards for group 1, 2 more cards for group 1. Divine. 6 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പേജ് ഓഫ് വോൺസ്, വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജ്, ഇൻ പേഴ്സൺ കാണുക, അതൊക്കെ തന്നെയായിരുന്നു അവരുടെ മനസ്സിൽ. നിങ്ങളുടെ ശബ്ദം കേൾക്കണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, പോരെ? അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗ്രൂപ്പ് 1കാരുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. ഓക്കെ, നമുക്കിനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഇനി GHIJKL. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJKL തുടങ്ങുന്നതാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു തരും. എനിക്ക് ഇന്നലെ രാത്രിയിലത്തെ തോട്ട്സാണ് അറിയേണ്ടത്, ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള തോട്ട്സാണ് അറിയേണ്ടത്. ഞാൻ പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. ശിവ എടുക്കട്ടെ. ദ ഫൂൾ, ഗുഡ്. കിങ് ഓഫ് കപ്സ്, 3 of Pentacles, okay. Queen of Pentacles, King of Wands, 10 of Cups,
ഓക്കെ. 2 of Cups. Wow. Knight of Cups. Empress. ശരി. Page of Wands. Death. ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് കപ്സ്. ഓക്കെ. ഇപ്പം ലവേഴ്സ് പോയിട്ട് ഏസ് ഓഫ് കപ്സ് ആണ് എല്ലാത്തിലും കണക്റ്റ് ആവാൻ തുടങ്ങിയിരിക്കുന്നത് അല്ലേ? കുഴപ്പമില്ല. ക്ലാരിഫൈ 3 of Pentacles. ക്ലാരിഫൈ 3 of Pentacles. ക്ലാരിഫൈ 3 of Pentacles. മൂൺ obviously. Clarify 10 of Cups. Clarify 10 of Cups. Clarify 10 of Cups. Clarify 10 of Cups. Two of Swords. ഓക്കെ. ആ 10 of Cups നിങ്ങളാണോ തേർഡ് പാർട്ടി ആണോ എന്ന് എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് അത് ക്ലാരിഫൈ ചെയ്തത് കേട്ടോ. പറയട്ടെ. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെ നിങ്ങളെ ഓർക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അറിയാമല്ലോ, ഏസ് ഓഫ് കപ്സ് മനസ്സ് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഫൂള് വെച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ തന്നെ അവർ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നു. കിങ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത് കേട്ടോ. പക്ഷേ കിങ് ഓഫ് കപ്സിൻ്റെ പ്രോബ്ലം എന്താണ്? അവർ സ്നേഹം ഒരുപാട് മനസ്സിൽ വെച്ചിട്ട് ഒന്ന് സ്ലോ ഡൗൺ ആവുന്ന വ്യക്തികളാണ് കിങ് ഓഫ് കപ്സ് കേട്ടോ. കാരണം എന്താണ്? പലർക്കും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നു. ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പം നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അത് അവരുടെ സ്പൗസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കും കേട്ടോ. എക്സ്റ്റെൻഡഡ് ഫാമിലി പറയുമ്പോൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, അങ്ങനെ ആരും ആവാം. അങ്ങനെ ഒരു തടസ്സം ചിലർക്കെങ്കിലും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നു. കാരണം അവർക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നു. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇവർ വരുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കി പോവോ എന്നുള്ളൊരു ഭയം അവർക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങൾ ജോലി ഒക്കെ ഉള്ള വ്യക്തിയായിരിക്കും. അതായത് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇൻസെക്യൂരിറ്റി വന്നതും. കാരണം നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരെ സെൽഫ് റെസ്പെക്റ്റോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ ഈ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് അതും ഇതും പറഞ്ഞ് നിങ്ങളെ വെയിറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിട്ടു പോകും എന്നുള്ളൊരു പേടി നല്ലപോലെ തന്നെ അവർക്ക് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് വളരെ സ്നേഹവും അട്രാക്ഷനും ബഹുമാനവും എല്ലാം തന്നെ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. വളരെ സ്നേഹത്തോടെ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് അവർ നിങ്ങളെ പറ്റി ഓർത്തിരുന്നത്. 10 ഓഫ് കപ്സ് വെച്ചിട്ട് പലർക്കും അവിടെ തടസ്സമായിട്ട് വരുന്നത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. അവിടെ 2 ഓഫ് സോർട്സ്, ഞാൻ അത് പറഞ്ഞ നിങ്ങളെ ഒരു ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യമാണോ അവർ ചിന്തിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്തത്. പക്ഷെ അവരുടെ ജഗ്ലിംഗ് ആണ് കാണുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 3 ഓഫ് പെൻറ്റക്കിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞല്ലോ, ഇവർ മാരീഡ് ആണെങ്കിൽ അത് അവരുടെ സ്പൗസാണ്, അല്ലെങ്കിൽ അത് അവരുടെ പാരൻസോ മറ്റ് റിലേറ്റീവ്സോ ആരെങ്കിലും ആയിരിക്കണം. അവിടെ ഒരു ജഗ്ലിംഗ് അവർക്ക് വരുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച്, ആ തടസ്സത്തിനെക്കുറിച്ച് അവർ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. 4 ഓഫ് കപ്സ് വെച്ച് ഈ ഒരു തടസ്സം മൂലം ഒരു പക്ഷേ വിചാരിക്കുന്ന ലെവലിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വല്ലാതെ മിസ്സിങ് ആയിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഉറക്കം കുറവായിട്ട് ഫീൽ ചെയ്യുന്നു കേട്ടോ. ഉറക്കം ഇല്ല എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. വല്ലാതെ എണീറ്റിരുന്ന് ചിന്തിച്ച് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ കാണണം, നിങ്ങളുമായി ഒരു റീയൂണിയൻ വേണം, സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഇവരിപ്പോൾ വളരെ തീവ്രമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വരാനുള്ള സാഹചര്യം ഉള്ളതായിട്ടും കാണുന്നു. കാരണം തൊട്ട് താഴെ ഉള്ളത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ, അതായത് ഇവർ ഒരു തീരുമാനം എടുക്കാതെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ഷമാപണത്തോടു കൂടി നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ അവർ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷമാപണത്തോടു കൂടി നിങ്ങളെ വന്ന് കാണണം, നിങ്ങളെ അനുനയിപ്പിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഒരു 2 മുതൽ 4 ദിവസം എന്ന് ഞാൻ പറയും. 2 മുതൽ 4 ദിവസത്തിനകം നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എംപ്രസ് വെച്ചിട്ട്
നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. ഞാൻ പറയാറുണ്ട്, എനർജി മാത്രം എടുക്കുക, സ്ത്രീ പുരുഷലിംഗം അവിടെ എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളെ ഒന്ന് നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ലൈഫിൽ അവർക്ക് ആരും വേണ്ടാന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് ഇവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സൗന്ദര്യമാവട്ടെ, പെരുമാറ്റം ആവട്ടെ, നിങ്ങൾ കൊടുക്കുന്ന കെയർ ആവട്ടെ, അതെല്ലാം അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് നിങ്ങളെ മിസ് ചെയ്യണം, നിങ്ങളെ മിസ് ചെയ്ത് വിട്ട് കളയാൻ അവർക്ക് പറ്റില്ല ലൈഫിൽ കേട്ടോ. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെന്നും അവരുടെ കൂടെ വേണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പേജ് ഓഫ് വോൺസ് വെച്ചൊരു നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ വളരെ കാര്യമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, നിങ്ങളെ കണ്ട് സംസാരിക്കണം, കോൾ ചെയ്യണം എന്നൊക്കെ തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി. നിങ്ങളുമായൊരു ന്യൂ ബിഗിനിങ് വേണം, കാരണം തടസ്സങ്ങളുണ്ടല്ലോ, തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇതുവരെയുള്ള രാശികൾ പറഞ്ഞിട്ട് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കപ്സ് വെച്ച് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, മേടരാശി, പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, പൈസസ്, മീനരാശി, വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്വാർട്സ് വളരെ കുറവാണ്. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, എംപ്രസ്, ടോറസ്, വീണ്ടും ഇടവരാശി, ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. കൂടുതലായിട്ട് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏരീസ്, മേടരാശി കേട്ടോ. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. കാർഡ്സ് എടുത്തിട്ട് രാശി പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി പറയാത്ത രാശികൾ ഉണ്ടെങ്കിലും ഞാൻ പറയുള്ളൂ. അതായത് കപ്സും ബോൺസും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ഞാൻ പറയില്ല കേട്ടോ. Give me some more cards, Divine. Please. Divine, please give me some more cards about my viewers' persons, late night thoughts. Their name starts with the word GHIJK. എടുക്കാം. ക്വീൻ ഓഫ് വോൺസ്, കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒരേ റീഡിങ്ങിൽ വന്നിരിക്കുന്നു. നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്പൗസ് ആയിരിക്കണം. നിങ്ങളുടെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ പറ്റി തന്നെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെയും ആവാം. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ എത്ര വലിയ ഭാഗ്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം. കാര്യം നിങ്ങൾ അവരുടെ ലക്കി ചാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശി കേട്ടോ. 9 ഓഫ് കപ്സ്, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി എല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അതിനൊരു പൂർണ്ണത വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. 7 ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ, എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കാതെ ഒരുപാട് തോട്ട്സ് ഇവരുടെ മനസ്സിൽ അറ്റ് എ ടൈം വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ തരണം ചെയ്യും, ഈ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ അവർ ഇരുന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഉറക്കം കുറവായിട്ട് കാണുന്നു. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ച് നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ലവേഴ്സ്. ഓക്കെ, ജെമിനൈ, മിഥുന രാശി. നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. ഒരുപാട് സ്നേഹമാണ്. ഏസ് ഓഫ് കപ്സും വന്നു, കിങ് ഓഫ് കപ്സും വന്നു, ലവേഴ്സും വന്നു അല്ലേ. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ്, അങ്ങനെയൊക്കെ തന്നെ അവർക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഒരേ ഒരു കാർഡ് കൂടെ എടുത്തിട്ട് നിർത്താം, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഓക്കെ, വൺ മോർ ലാസ്റ്റ് കാർഡ്, ഡിവൈൻ, ലാസ്റ്റ് കാർഡ്. സ്ട്രെങ്ത്, കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വളരെ ക്ഷമയോടെ സോൾവ് ചെയ്ത് മുന്നേക്ക് പോകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്ട്രെങ്ത്, ലിയോ, ചിങ്ങരാശി. ഓക്കെ, കപ്സാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശിയാണ് കൂടുതലായിട്ട് കണക്റ്റ് ആയത്. പിന്നെ മേജർ അർക്കാന കാർഡ്സിൻ്റെ നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. ടോറസ്, പിന്നെ ജെമിനി, അങ്ങനെ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പോയാലോ.
ഇനി അടുത്ത ഗ്രൂപ്പുകാർ MNOP QRS ഗ്രൂപ്പുകാർ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് MNOP QRSൽ തുടങ്ങുന്നതാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് MNOP QRSൽ തുടങ്ങുന്ന ഏസ് ഓഫ് കപ്സ് അത് എടുക്കാൻ 8 ഓഫ് സോർട്സും വന്നു കേട്ടോ. ഇനി MNOP QRS പേര് തുടങ്ങുന്ന വ്യക്തികളുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. The world, King of Pentacles, okay, 7 of Cups, Chariot, 6 of Cups, okay, 5 of Cups, Page of Pentacles, Temperance, okay, Wheel of Fortune, 4 of Cups, bottom of the deck, High Priestess. ഓക്കെ, ഈ കാർഡ്സ് കുറച്ച് വലുതായതുകൊണ്ട് അങ്ങ് സ്പ്രെഡ് ആയിരിക്കുന്നത് തിരിച്ചു വയ്ക്കാം. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്. മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന സ്നേഹം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ലവേഴ്സ് പോയിട്ട് ഏസ് ഓഫ് കപ്സിൻ്റെ ലെവലിലായി. ലവേഴ്സ് പറയുമ്പോൾ ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, ലവ്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നൊക്കെയാണ്. ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അതുക്കും മേലെ എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ലെവലിലുള്ള ഒരു സ്നേഹം അവർ നിങ്ങൾക്ക് വേണ്ടി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ 8 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 8 ഓഫ് സോർട്സ്, ക്ലാരിഫൈ 8 ഓഫ് സോർട്സ്. എന്തോ തടസ്സങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. എന്താണ് നമുക്ക് നോക്കാം. ഹെർമിറ്റ്, ഒരു ഒറ്റപ്പെടൽ, അങ്ങനെയൊക്കെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് മെയിനായിട്ട്, അതാണ് കാര്യം. ലോങ് ഡിസ്റ്റൻസ് ഒരു റീസൺ ആണ്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ഒരു റീസൺ ആണ്. നിങ്ങളെ കാണാൻ അവർ വെയിറ്റ് ചെയ്യേണ്ട സ്ഥിതിയാണ്. ഒറ്റപ്പെട്ട് ഇരിക്കുകയാണ്, തനിയായിരിക്കും ഇവർ. നിങ്ങൾ ഇന്നലെ രാത്രി ഇവർ തനിയായിരുന്നിരിക്കും. അവിടെ ആ തടസ്സങ്ങളെപ്പറ്റി അവരിരുന്നാൽ മെയിനായിട്ട് ലോങ് ഡിസ്റ്റൻസ് ആണ് ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നത്. അവിടെ ഒരു മിസ്സിങ് എനർജിയിൽ നിങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ധ്യാനം എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതായിട്ട്, സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഫീലിംഗ്. വേൾഡ് വെച്ച് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നുണ്ട് എന്ന്. ഒരു കാരണവും ഇല്ലാതെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അതുമാത്രമല്ല, ഇവർ 4 പേർ അറിയുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇവർ ഇരിക്കുന്ന പദവി അല്ലെങ്കിൽ ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അങ്ങനത്തെ വ്യത്യാസങ്ങൾ വേറെ. മെയിനായിട്ട് ഇവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, ഇവരുടെ പദവി എല്ലാമാണ് അവിടെ ഒരു ഒബ്സ്റ്റേക്കിളായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ സമൂഹം എന്ത് പറയും എന്നുള്ളൊരു ഭയം. കാരണം ഇവർ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. 4 പേർക്ക് ഇവരെ അറിയാം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതൊരു മേജർ തടസ്സമായിട്ട്, ലോങ് ഡിസ്റ്റൻസിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം തന്നെ ഒരു തടസ്സമായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഒരു പ്രോബ്ലമായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണും. ഓക്കെ, 7 ഓഫ് കപ്സ് വെച്ചിട്ട് ഇതിനെപ്പറ്റി തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ചിന്തിക്കുകയാണ്. കാരണം സ്നേഹം കൊണ്ടിരിക്കെ പൊറുതിയുമില്ല, എന്നാൽ ഈ തടസ്സങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ളൊരു ധൈര്യവും കിട്ടുന്നില്ല. അങ്ങനെ എല്ലാം കൂടി ആകെപ്പാടെ ഒരു ഡേ ഡ്രീമിങ്ങിൻ്റെ എനർജിയിൽ ഇവർ ഇരിക്കുന്ന. നൈറ്റ് ടൈം ആണെങ്കിലും ഡേ ഡ്രീമിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കണ്ണ് തുറന്നിരുന്ന് പകലിരിക്കും പോലെ കണ്ണ് തുറന്നിരുന്ന് ആലോചന എന്നുള്ള രീതിയിലാണ്. ഉറക്കം തീരെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെ കാണുന്നു ഇവിടെ കേട്ടോ.
ചാരിയറ്റ് വെച്ചിട്ട് ഒരു തീരുമാനം ഇനിയും എടുത്തില്ലെങ്കിൽ ഇത് പ്രശ്നമാകുമെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് കൂടിയാണ് അവരിരുന്ന് ആലോചിച്ചിരുന്നത്. ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കണം എത്രയും വേഗം എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങളുടേത് ഒരു പുതിയ റിലേഷൻഷിപ്പ് ഒന്നുമല്ല, കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഇവർക്ക് ഓർമ്മകളുണ്ട് നിങ്ങളുമായിട്ട്. അതെല്ലാം വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിഭയങ്കരമായിട്ട് ഇവർക്കൊരു മിസ്സിങ് എനർജിയിലേക്ക് ഇവരെ തള്ളിവിടുന്നുണ്ടായിരുന്നു ആ ഓർമ്മകൾ കേട്ടോ. അപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു യൂണിഫോംഡ് ജോബിലും ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലായിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബിലായിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, അതും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങളുടെ പേഴ്സൻ്റെയോ എനർജി ആയിരിക്കാം ഇത്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ നിങ്ങളുടെ എനർജിയും കൂടെ റിഫ്ലക്റ്റ് ആകും കേട്ടോ. ചില കാർഡ്സ് നിങ്ങളുടെ എനർജിയും ആയിരിക്കാം. 5 ഓഫ് കപ്സ് വെച്ച് ഭയങ്കരമായിട്ട് മിസ്സിങ് എനർജി തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. വീണ്ടും 4 ഓഫ് കപ്സ് താഴെ മിസ്സിങ് എനർജി തന്നെയാണ് വീണ്ടും കാണുന്നത്. വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാരണം നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ. ചിലപ്പോൾ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓൺ ആൻഡ് ഓഫ് മെസ്സേജസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പറ്റി എപ്പോഴും വറി ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ് എന്നൊക്കെയുള്ള ഒരു അപ്ഡേറ്റ് ഇവർ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ ഓക്കെ ആണല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു ബാഡ് സ്റ്റോക്കിംഗ് ഒന്നും അല്ല. നിങ്ങളുടെ പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കാറുണ്ടായിരിക്കും. നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ എവിടെയാണോ ആക്റ്റീവ് അവിടെയൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നു. ചീത്ത രീതിയിലല്ല, നിങ്ങളെപ്പറ്റിയുള്ള ബോധറേഷൻ ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ അറിയാനുള്ളൊരു വ്യഗ്രത കൊണ്ടായിരിക്കും ഇവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുകയോ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഹീലിങ്ങിൽ കൂടെ കടന്നു പോകുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഹീലിംഗ് പ്രോസസ്സിൽ കൂടി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഗുഡ് ലക്കിലേക്ക്, തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങൾ മാറി ഒരു ഗുഡ് ലക്കിലേക്ക് ഇത് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നല്ല രീതിയിൽ ഒരു മാറ്റം അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇതെല്ലാ റീഡിങ്ങിലും ഇപ്പോൾ വന്നു. ഹൈ പ്രീസ്റ്റസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. മൂഡ് സ്വിങ്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ ടാരോ റീഡിങ്സ് വളരെ കൂടുതലായിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരു ടാരോ റീഡറെ സമീപിച്ചിരിക്കാനും സാധ്യതയുണ്ട് റീഡിങ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സണ് തോന്നാറുണ്ട് നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടൊരു പേഴ്സണാണ്. അവരൊന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അവരുടെ മനസ്സ് വളരെ കൃത്യമായി മനസ്സിലാകും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു ഹീലിംഗ് പ്രോസസ്സ് അവിടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു സമാധാനത്തിലേക്ക് ആ ഒരു മനസ്സ് എത്തുന്നതായിട്ട്, ഒരു ഹീലിങ്ങിലേക്ക്, ഒരു ബാലൻസിലേക്ക് അവിടേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ അത് മാറി വരുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഐ ടേക്ക് സം മോർ കാർഡ്സ്. ഞാൻ രാശികൾ ഇവിടെ പറഞ്ഞില്ല അല്ലേ. കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഹാമിറ്റ് വെച്ചിട്ട് വിർഗോ, കന്നി രാശി. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. മീനരാശി പൈസസ്. ചാരിയറ്റ് കർക്കിടക രാശി, ക്യാൻസർ. ഓക്കെ, പെൻറ്റക്കിൾസ് പറഞ്ഞു. ടെമ്പറൻസ്, സാജിറ്റേറിയസ്, ധനുരാശി. ഓക്കെ, ഇവിടെ കൂടുതലായിട്ടും കണക്റ്റ് ആയിരിക്കുന്നത് നമുക്ക് മേജർ അർക്കാന കാർഡ്സ് ആണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത് കേട്ടോ. അതായത് മീനരാശി, കന്നിരാശി, ക്യാൻസർ, കർക്കിടക രാശി, ധനുരാശിയാണ് ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. പിന്നെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. Give me some more cards, Divine. Give me some more cards. Give me some more cards. Give me some more cards. ഈ പേഴ്സൺസ് ഹീലായി വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ പ്രതി വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ.
ഐ എം സോറി. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ഇൻവോൾവ് അല്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ. പക്ഷെ അവർ ഹൈലി ഇൻവോൾവ് ആണ് ഇമോഷണലി എന്ന് തന്നെ അവിടെ കാണുന്നു കേട്ടോ. 2 ഓഫ് കപ്സ്, ഒരു റീയൂണിയനെ പറ്റി അവർ ചിന്തിക്കുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ, വളരെ ഇമോഷണലായിട്ട് ഇന്നലെ രാത്രി അവർ ചിന്തിച്ചിരുന്നു. നിങ്ങളെ കാണുന്നതിനെ പറ്റി വളരെ പ്രബലമായിട്ട് തന്നെ ചിന്തിച്ചതായിട്ട് കാണാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് കപ്സ്, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരം, ഒരു തമ്മിൽ കാണൽ, കണ്ട് സംസാരിക്കൽ അല്ലെങ്കിൽ മെസ്സേജ്, ചാറ്റ്, അങ്ങനെയെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റി ശ്രദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ക്വീൻ ഓഫ് സ്വാർഡ്സ്, പക്ഷേ കാണുന്ന സമയത്ത് ഇവർ ആറ്റിറ്റ്യൂഡ് വിട്ടിട്ടുള്ള ഒരു യാതൊരു പരിപാടിയില്ല കേട്ടോ. കാണുമ്പോഴും ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ ആയിരിക്കണം. കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി അവിടെ നിൽക്കുന്നുണ്ട്. കാണുമ്പോഴും ഈ ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും ഇവർ സംസാരിക്കുക. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങ് താണു കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇമോഷൻസ് ഉള്ളിൽ എന്ത് തന്നെ ആണെങ്കിലും ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്ത് തന്നെ ഞാൻ സംസാരിക്കും എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ടു ഓഫ് പെൻഡക്കിൾസ്, കാരണം അവർക്ക് ഇത്രയും ഇമോഷൻസും സ്നേഹവും ലവും എല്ലാം ഉണ്ടെങ്കിലും, മിസ്സിങ് എനർജിയും എല്ലാം ഉണ്ടെങ്കിലും, ഒരു ജഗ്ലിങ് സിറ്റുവേഷനിൽ, ഒരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ആ സോണിലേക്ക് പോകുന്നതായിട്ടും കാണുന്നു. എന്തിനാണ് ഈ കൺഫ്യൂഷൻ എന്ന് മനസ്സിലാവുന്നില്ല. എന്നും നിങ്ങളെ ഭയങ്കര മിസ്സിങ് ആണ്, എല്ലാമാണ്, നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഹീലിങ്ങിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ജഗ്ലിങ് ടോട്ടലായിട്ട് സ്റ്റോപ്പായിട്ടുള്ളതായിട്ട് അവിടെ ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അൾട്ടിമേറ്റ്ലി എന്ത് ജഗ്ലിങ് ആയാലും എന്തായാലും അവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കൺഫ്യൂസ്ഡ് ആവുന്നു. സ്നേഹമായിട്ട് സംസാരിക്കണോ, തമ്മിൽ കാണുമ്പോൾ എങ്ങനെ പെരുമാറണം, സ്നേഹമായിട്ട് സംസാരിക്കണോ, ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണോ, അങ്ങനെ ഒരു ജഗ്ലിങ്ങും ആയിരിക്കാം കേട്ടോ. അത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാനിത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വോൺസ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് അവരവിടെ ആലോചിക്കുന്നത്. ഓക്കെ, സ്വാർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. 2 കാർഡ് കൂടെ എടുത്തിട്ട് മതിയാക്കാം. 7 ഓഫ് പെൻഡക്കിൾസ്, നിങ്ങൾ തമ്മിൽ കാണുന്നത് വർക്ക് റിലേറ്റഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. വർക്ക് റിലേറ്റഡ് ആയിട്ട് തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. 9 ഓഫ് പെൻഡക്കിൾസ്, അവർ കുറച്ച് സെൽഫ് സെൻറ്റേർഡായിട്ട്, കുറച്ച് സെൽഫിഷായിട്ട് ആലോചിക്കുന്നതായിട്ടും കാണുന്നു. അതായത് കുറച്ച് സെൽഫ് സെൻറ്റേർഡായിട്ട്, സെൽഫ് കെയർ, സെൽഫ് ലവ്, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, ജോലി പറ്റി കൂടുതലായിട്ടും ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് കാർഡ് ഏസ് ഓഫ് പെൻഡക്കിൾസ്. എന്തൊക്കെ തന്നെ ആയാലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ അവരുമായിട്ട് വരുന്നതായിട്ട് തന്നെ കാണുന്നു. അവരതിനെപ്പറ്റി വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നലെ അവരാലോചിച്ചിരുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ തമ്മിൽ കാണുമ്പോഴും ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ ആയിരിക്കും പെരുമാറുന്നുണ്ടാവുക. ഓക്കെ, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതിഭയങ്കരമായ സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. ഒരു റീയൂണിയൻ ഇവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അതിഭയങ്കരമായി മിസ്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ മാറി നല്ല രീതിയിൽ വരും, ഒരു കംപ്ലീറ്റ് ഹീലിംഗ് പോസിബിൾ ആകും എന്ന് തന്നെ ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരെൻ്റെ ആദ്യത്തെ അക്ഷരം UVWXYZ തുടങ്ങുന്നതാണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ഇന്നലത്തെ തോട്ട്സാണ് എനിക്കറിയേണ്ടത്. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരെൻ്റെ ആദ്യത്തെ അക്ഷരം UVWXYZ. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്തായിരുന്നു എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? ക്വീൻ ഓഫ് സ്വാർഡ്സ്, എന്ത് പറ്റി? ഒരു ഷഫിൾ കേട്ടോ. 9 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, 2 ഓഫ് കപ്സ്, ശരി. Knight of Cups, ശരി.
ഏസ് ഓഫ് വോൺസ്. ആദ്യത്തെ 2 കാർഡ് കണ്ടപ്പോൾ ഞാനൊന്നു ഭയന്നു. ദ ഫൂൾ പിന്നെ ശരിയായി. ക്വീൻ ഓഫ് കപ്സ്, ടെമ്പറൻസ്, ഗുഡ്. മൂൺ, വെരി ഗുഡ്. ഏസ് ഓഫ് കപ്സ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ലവേഴ്സിൻ്റെ ലെവലൊക്കെ കഴിഞ്ഞ് ഏസ് ഓഫ് കപ്സിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹെയറോഫന്റ്, ദ വേൾഡ്, ലവേഴ്സ്, കറക്റ്റ്. ബോട്ടം ഓഫ് ദി ഡെക്ക് ലവേഴ്സ് ആയിരുന്നു. ഹെയറോഫന്റ് ഒന്ന് ക്ലാരിഫൈ ആയിട്ടെ. ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്, ക്ലാരിഫൈ ഹെയറോഫന്റ്. സ്ട്രെങ്ത്തും 9 ഓഫ് കപ്സ് രണ്ടും വന്നു. എടുത്തേക്കാം കേട്ടോ. കയ്യിൽ കിട്ടിയത് തിരിച്ചു വെക്കുന്നില്ല. നല്ല കാർഡ്സ് തന്നെയാണ് വന്നത്, അതുകൊണ്ട് എടുക്കുന്നതിന് തെറ്റില്ല. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് തുടക്കം. ലവേഴ്സ് എന്ന് തന്നെ തുടങ്ങാം. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിമാണ്, എന്താണ് സോൾമേറ്റ് ആണ് എന്നൊക്കെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ക്വീൻ ഓഫ് സ്വാർഡ്സ് ആൻഡ് 9 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിച്ചിരുന്നെങ്കിൽ, ദേഷ്യമോ ഈഗോ ഇഷ്യൂവോ കുറച്ച് സെൽഫിഷ്നെസ്സോ 9 ഓഫ് പെൻഡക്കിൾസ് വെച്ചിട്ട് കുറച്ച് സെൽഫ് ആയിട്ട് കൂടുതൽ കെയർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കുന്നു എന്നുള്ളത്, നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ചിന്തകൾ മാറി അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളുടെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടെ ഒരു റീയൂണിയന് വേണ്ടി വരും എന്ന് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണണം, മാപ്പ് പറയണം, അനുനയിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവർ വളരെ പ്രബലമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരു റീയൂണിയനെ പറ്റി അവർ വളരെ സ്നേഹത്തോടെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഏസ് ഓഫ് വോൺസ് വെച്ച് ആ തടസ്സങ്ങളെല്ലാം മാറി, ഇഷ്യൂസ് എല്ലാം മാറ്റിയിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഫൂള് വെച്ച് റിലേഷൻഷിപ്പിലുള്ള എന്ത് തരം ഇഷ്യൂസ് ആയാലും അതെല്ലാം ഇനി തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ അവർ തയ്യാറാണ്. എന്ത് തന്നെ ആയാലും ഇനി ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് വളരെ ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സങ്കടം, എന്താ പറയുക, സ്നേഹം, വിരഹം എല്ലാം തന്നെ അവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ടെമ്പറൻസ് വെച്ചിട്ട് ഒരു ഹീലിങ്ങിൽ കൂടി നിങ്ങൾ രണ്ടുപേരും തന്നെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഹീലിംഗ് ആണ് ഇവർക്ക് ഈ റിയലൈസേഷൻ അല്ലെങ്കിൽ ഈ മനസ്താപം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ആ ഹീലിംഗ് പ്രോസസ്സാണ് കേട്ടോ. ആ ഹീലിങ്ങിൽ കൂടി കടന്നു പോയപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിലേക്ക് എത്തണം എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. മൂൺ വെച്ചിട്ട് വല്ലാത്തൊരു മിസ്സിങ് എനർജിയിൽ നിങ്ങളെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈഗോ ഇഷ്യൂ, ആറ്റിറ്റ്യൂഡോ എന്താ പറയുക, സെൽഫ് കെയറൊക്കെ മാത്രമായിട്ട് ഇവർ എന്താ പറയുക, സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ഇവർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരെ വിട്ടു പോകുന്നുള്ള നല്ല ഭയം ഇവർക്ക് ഉണ്ട് കേട്ടോ. അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് ലവേഴ്സിന് മേലെയാണ് ഏസ് ഓഫ് കപ്സ് അല്ലേ. ഒരുപാട് സ്നേഹം, മനസ്സ് നിറഞ്ഞു കവിഞ്ഞ് അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളോട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തടസ്സങ്ങളായിട്ട് ഇവിടെ മെയിനായിട്ട് കാണുന്നത്, ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, സോഷ്യൽ സ്റ്റാറ്റസ്, അവരിയ്ക്കുന്ന പദവി, അതുമാതിരി റിലിജൻ, അങ്ങനത്തെ എന്തൊക്കെയോ ഫാക്ടേഴ്സ്, ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അതൊക്കെ അവർ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിങ്ങളെ ഇരുത്താനുള്ളൊരു കാരണമായിട്ട് ഉണ്ടായിരുന്നു. അത് അവരവിടെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. ക്ഷമയോടെ മാത്രമേ എനിക്ക് എടുത്തു ചാടി ഒരു തീരുമാനം പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, അതുകൊണ്ടാണ് അവിടെ ഒരു 9 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വന്നത്. സെൽഫ് കാര്യം മാത്രം, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ എന്താണ്, അവർക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ ഹീലിങ്ങിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങളവരുടെ ലൈഫിലൊരു ബ്ലെസ്സിങ് ആണ് എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതും ഒരു തടസ്സമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, തടസ്സങ്ങൾ എന്ത് തന്നെ ആയാലും അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ് ഫോർ ദ
തോട്ട്സ്, ലേറ്റ് നൈറ്റ് തോട്ട്സ്. രാശികൾ പറഞ്ഞില്ല അല്ലേ? ജമുനായി, മിഥുന രാശി, സ്വാത്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങന്തനം എല്ലാ രാശിയും തന്നെ വന്നു. ഫുൾ മേട രാശി കൂടുതലായിട്ടും, സാജിറ്റേറിയസ് ധനുരാശി വളരെ കൂടുതലായിട്ട്, പൈസിസ് മീനരാശി വളരെ കൂടുതലായിട്ട്, ഹെയറോഫൻ ഇടവ രാശി വളരെ കൂടുതലായിട്ട്. ഓക്കെ, some more cards, divine, give me some more cards. ഇന്ന് എന്താ അറിയോ, ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ പട്ടികൾ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത് കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏസ് ഓഫ് സോർട്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡൗട്ട് ആയിട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ പറ്റിയിട്ട് അവർക്ക് മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് അവർക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത് എന്നതിനെ പറ്റി അവർക്ക് വളരെയധികം ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, എന്ത് തന്നെ ആയാലും നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് മുന്നോട്ട് തന്നെ പോകാമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ന്യായപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അന്യായം പ്രവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. പേജ് ഓഫ് സ്വാർട്സ് വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സംസാരം, ഒരു മെസ്സേജ്, ഒരു ചാറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ അവർ ചിന്തിച്ചത് കേട്ടോ. അപ്പോൾ ഈ 4 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ വളരെയധികം മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പലർക്കും ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ വല്ലാതെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നതായിട്ടും കാണുന്നു. എംപ്രസ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങൾക്ക് പകരം വയ്ക്കാൻ അവരുടെ ലൈഫിൽ ആരും വേണ്ട എന്ന് തന്നെ ഉള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആ റിയലൈസേഷനാണ് അവർക്ക് അവിടെ കിട്ടിയത് അല്ലേ? അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള റിയലൈസേഷനാണ് അവർക്ക് കിട്ടിയത് അവിടെ. ഓക്കെ, എത്ര കാർഡിനെ എടുക്കാം? 2 കാർഡ് കൂടി എടുത്തിട്ട് നിർത്താം. Give me 2 more cards, divine. Please give me 2 more cards. Please give me 2 more cards. ഡെത്ത്, നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ആ സിറ്റുവേഷൻ മറികടന്ന് ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനത്തോടെ വരണമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് കാർഡ്, കിങ് ഓഫ് കപ്സ്, വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തിരുന്നത്. സിറ്റുവേഷൻസ് എന്തൊക്കെ തന്നെ ആയാലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ആകെ മൊത്തം നല്ല റീഡിങ് തന്നെ ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ്. അപ്പോൾ ഇന്നിനിപ്പോൾ മെസ്സേജസ് എടുക്കുന്നില്ല, രാവിലെ ഞാൻ മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ.